ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നീതി ആയോഗാണ്. നമുക്കെല്ലാവർക്കും അറിയാം, LGS ലെവൽ മുതൽ ഡിഗ്രി ലെവൽ വരെ നീതി ആയോഗുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലേ. ഈവൻ ചിലപ്പോൾ അത് കറണ്ട് അഫയേഴ്സ് ആയിരിക്കാം, അല്ലാത്ത ചോദ്യങ്ങളും ആയിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് നീതി ആയോഗിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത് പഴയ SCRT-യിലെയും പുതിയ SCRT-യിലെയും പോയിന്റ്സ് ആണ്. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിച്ചാലൊക്കെ കിട്ടാൻ പാകത്തിനാണ് നമ്മൾ പഠിച്ച് നീങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആൻഡ് ഓൾസോ ഇതിൻ്റെ PDF എന്ന് പറയുന്നത് ഞാൻ എന്നും പറയുന്നതാണ്, ദ അൾട്ടിമേറ്റ് PSC എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ് കേട്ടോ. ഈ PDF ഞാൻ ദ അൾട്ടിമേറ്റ് PSC എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യും. ആൻഡ് ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇതിനകത്ത് നമ്മൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ അതിൽ പോളായിട്ടിടും. അപ്പോൾ അത് ചെയ്തു നോക്കാൻ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക, അത് കയറിയിട്ട് അത് ചെയ്തു നോക്കുക. ആൻഡ് ഓൾസോ നമ്മൾ ഇനി മുതൽ PYQs പോളായിട്ട് ചാനലിലിടും. അതുപോലെ തന്നെ SCRT ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യും, ചാനലിൽ പോളായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ചെയ്തു പോകാൻ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യാം, അതിൽ കയറിയിട്ട് അത് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് പഠിക്കാനുള്ളത് എന്നുള്ളത് നോക്കാം. നമ്മൾ നീതി ആയോഗാണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിലും അതിന് മുമ്പായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഇന്ത്യയുടെ ആസൂത്രണം, സാമ്പത്തിക ആസൂത്രണത്തെക്കുറിച്ചാണ്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 4 പോയിന്റ് ഉണ്ട്, എപ്പോഴും എക്സാമിന് വരുന്നതാണ്. അപ്പോൾ അത് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നീതി ആയോഗിലോട്ട് പോകാം. എങ്ങനെയാണ് നീതി ആയോഗ് വന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇത് പുതിയ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം പറയാൻ പോകുന്നത് കേട്ടോ. എന്താണ് സാമ്പത്തിക ആസൂത്രണം എന്നുള്ളതാണ് ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലേ. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വളരെയധികം എന്താ പറയുക, നാശമായി പോയായിരുന്നു അല്ലേ. അതായത് ബ്രിട്ടീഷുകാർ നമ്മളെ ചൂഷണം ചെയ്ത് ഒന്നിനും കൊള്ളാത്തൊരു ഇന്ത്യയാണ് അവരിവിടെ ഇട്ടിട്ട് പോയത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വീകരിച്ചത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് അല്ലേ, മിശ്ര സമ്പദ് വ്യവസ്ഥ. അപ്പോൾ അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ സ്വീകരിച്ച സമ്പദ് വ്യവസ്ഥ ഏതാണ്? മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ അഡോപ്റ്റ് ചെയ്തത്. ഏതാണടാ? മിശ്ര സമ്പദ് വ്യവസ്ഥ. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയൊക്കെയാണ് രാജ്യത്തുള്ള വിഭവങ്ങൾ വിനിയോഗിക്കേണ്ടത് എന്ന് വിശദമാക്കാനായി ഇന്ത്യ കുറച്ച് പദ്ധതികൾക്ക് രൂപം നൽകിയിരുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്നത്? ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി സമൂഹത്തിന്റെ പ്രധാന സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ നടത്തുന്ന മുന്നൊരുക്കമാണടാ സാമ്പത്തിക ആസൂത്രണം. എന്താണ്? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചുകൊണ്ട് സമൂഹത്തിന് കുറേ ലക്ഷ്യങ്ങൾ ഉണ്ടാകും അല്ലേ. ഈ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രിപ്പറേഷൻ, ഒരു മുന്നൊരുക്കം, അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സാമ്പത്തിക ആസൂത്രണം എന്ന് വിളിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്, ഓർത്തിരിക്കുക. ഇനി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു കോട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ചോദിച്ച് കണ്ടിട്ടില്ല പക്ഷേ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏറ്റവും മികച്ചതും സമഗ്രവുമായ രീതിയിൽ രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങൾ, മനുഷ്യശേഷി, കഴിവുകൾ എന്നിവ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ശാസ്ത്രീയ മാർഗമാണ് ആസൂത്രണം. എന്താ പറഞ്ഞത്? ഏറ്റവും മികച്ചത് അതുപോലെ സമഗ്രമായ രീതിയിൽ നമ്മുടെ രാജ്യത്തുള്ള വൈവിധ്യമാർന്ന വിഭവങ്ങൾ, മനുഷ്യര്, കഴിവുകൾ, ഇതിനെയൊക്കെ പ്രയോജനപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആസൂത്രണം അഥവാ പ്ലാനിങ് എന്ന് വിളിക്കുക എന്നുള്ളതാണ് നെഹ്റു പറഞ്ഞത്. ഇനി എന്തൊക്കെയാണ് ഇന്ത്യയിലെ ആസൂത്രണത്തിന്റെ നാൾവഴികൾ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. പുതിയ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകരുത്, പഠിക്കണം. ഓക്കെ അല്ലേ. ആദ്യമായിട്ട് നമ്മൾ ആസൂത്രണം എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ത്യൻ എക്കോണമിയിൽ പ്ലാൻ ചെയ്യുമ്പോൾ അതിന് മുന്നിട്ട് നിന്ന ആളാണ് വിശ്വേശ്വരയ്യ. ആരാണ്? വിശ്വേശ്വരയ്യ. അതുകൊണ്ട് തന്നെ വിശ്വേശ്വരയ്യയെ നമ്മൾ വിളിക്കും ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്ന ആളാണ് വിശ്വേശ്വരയ്യ കേട്ടോ. വിശ്വേശ്വരയ്യ 1934 സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണിടാ ദശവർഷ പദ്ധതി. എന്താണ്? ദശവർഷ പദ്ധതി. അപ്പോൾ ദശവർഷ പദ്ധതി കൊണ്ടുവന്നത് ആരാണ്? വിശ്വേശ്വരയ്യ. ഏത് വർഷമാണ് കൊണ്ടുവന്നത്? 1934 കൊണ്ടുവന്നത് അല്ലേ. വിശ്വേശ്വരയ്യ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി ഇവിടെ ഒരു കാര്യമുണ്ട്, മാറിപ്പോകരുത്. നമ്മൾ പറഞ്ഞു ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് ആരാന്ന് പറഞ്ഞു? വിശ്വേശ്വരയ്യ ആണെന്ന് പറഞ്ഞു അല്ലേ. വിശ്വേശ്വരയ്യ. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ഒരാളുണ്ട്, ശില്പി. അതാരാ? അത് വിശ്വേശ്വരയ്യ അല്ല, അതാണ് PC മെഹലനോബിസ്. രണ്ടും PSC മാറി മാറി ചോദിക്കാറുണ്ട്.
നല്ല സ്റ്റാറൊക്കെ ഇട്ട് നോട്ട് ചെയ്ത് എഴുതി വെച്ചോ. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിശ്വേശ്വരയ്യ. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് PC മെഹലനോബിസ്. ഓർക്കാൻ വലിയ പ്രയാസമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിതാവ് ലാസ്റ്റ് അല്ലേ, അത് വെച്ചാണ് വിശ്വേശ്വരയ്യന്റെ അക്ഷരം ഫസ്റ്റ് തുടങ്ങുന്നത്. ശില്പിയാണ് PC മെഹലനോബിസ്. മാറിപ്പോവരുത്. ഓക്കെ. അപ്പൊ ദശവർഷ പദ്ധതി ആദ്യം കൊണ്ടുവന്നത് ആരാണ്? വിശ്വേശ്വരയ്യ. വർഷം ഏതാടാ? 1934. അതിനുശേഷം 1938 ദേശീയ ആസൂത്രണ കമ്മിറ്റി, നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി, ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞത് കമ്മിറ്റി എന്നാണ്, കമ്മീഷൻ എന്നല്ല. എന്താണ്? നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി. എപ്പോഴാണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി വന്നത്? 1938, 1938. ദശവർഷ പദ്ധതി കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞപ്പോൾ ദേശീയ ആസൂത്രണ കമ്മിറ്റി വന്നു 1938. ആരായിരുന്നു ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ? അത് ജവഹർലാൽ നെഹ്റു ആണ്. ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇനിയോ 1944 ബോംബെ പ്ലാൻ വരുന്നു. ബോംബെ പ്ലാനിന്റെ മെയിൻ വക്താവ് JRD ടാറ്റയാണ്. ആരാടാ? JRD ടാറ്റ. വർഷം 1944. അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു? 1934 ഏത് പദ്ധതി? ദശവർഷ പദ്ധതി. അതിന്റെ ആളാരാണ്? വിശ്വേശ്വരയ്യ. 4 കൊല്ലം കഴിഞ്ഞ് 1938 ദേശീയ ആസൂത്രണ കമ്മിറ്റി, പ്ലാനിംഗ് കമ്മിറ്റി. ആരായിരുന്നു മെയിൻ ആള്? ജവഹർലാൽ നെഹ്റു. 1944 ബോംബെ പ്ലാൻ ആരാണ് മെയിൻ വക്താവ്? JRD ടാറ്റ. അതേ വർഷം 1944 ഗാന്ധിയൻ പ്ലാൻ വരുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കണം. ഗാന്ധിയൻ പ്ലാൻ. ഗാന്ധിയൻ പ്ലാനിന്റെ പ്രധാന വക്താവാണ് SN അഗർവാൾ. ആരാണ്? SN അഗർവാൾ. JC കുമരപ്പ എന്നുള്ള പേരൊക്കെ നമ്മൾ ഗാന്ധിയൻ പ്ലാനുമായി റിലേറ്റ് ചെയ്ത് കേട്ടിരിക്കും. പക്ഷേ ഇതിന്റെ മെയിൻ വക്താവ് SN അഗർവാൾ ആണ്. 1944 വന്നു. ഗാന്ധിയൻ പ്ലാൻ എന്നറിയപ്പെടുന്നു. പ്രധാന നേതാവ് അല്ലെങ്കിൽ പ്രധാന വക്താവ് SN അഗർവാൾ ആണ്. അടുത്ത വർഷം 1945 ഇമ്പോർട്ടന്റ് പീപ്പിൾസ് പ്ലാൻ, ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നു. കൊണ്ടുവന്നയാൾ ആരാടാ? അത് MN റോയി. പീപ്പിൾസ് പ്ലാൻ അഥവാ ജനകീയ പദ്ധതി വർഷം ഏതാണ്? 1945. MN റോയി ആണ് അതിന്റെ ആള്. പിന്നെയാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആള് 1950 മാർച്ച് 15 നിലവിൽ വരുന്നു ആസൂത്രണ കമ്മീഷൻ. ശ്രദ്ധിക്കണം, 1938 നിലവിൽ വന്നത് ആസൂത്രണ കമ്മിറ്റിയാണ്. കമ്മിറ്റി. ഓക്കെ. പ്ലാനിംഗ് കമ്മിറ്റി, നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി, NPC, നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി. ഇതോ ആസൂത്രണ കമ്മീഷനാണ്. പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1950. ഡേറ്റ് കൂടെ ഓർത്തിരിക്കണം. മാർച്ച് 15. 1950 മാർച്ച് 15. ഈ ബോക്സ് ഇമ്പോർട്ടന്റ് ആണ്. ഇതൊന്നും വിടാതെ പഠിക്കണം കേട്ടോ. പുതിയ ടെക്സ്റ്റ് ബുക്കിലാണ്, 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ. ഇനി ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണം അല്ലേ, ഇതിനെക്കുറിച്ച് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തൊക്കെയാണ് ഈ 1950 എന്ത് വന്നു എന്ന് പറഞ്ഞു? ആസൂത്രണ കമ്മീഷൻ വന്നു. ആ ആസൂത്രണ കമ്മീഷനിലൂടെയാണ് നമ്മൾ 1951 മുതൽ എന്ത് ചെയ്യുന്നത്? 5 ഇയർ പ്ലാൻസിലൂടെ നമ്മുടെ സാമ്പത്തിക ആസൂത്രണം നടത്തിക്കൊണ്ടുപോകുന്നത്. മനസ്സിലായല്ലോ? 1950 എന്ത് വന്നടാ? ആസൂത്രണ കമ്മീഷൻ വന്നു. ആസൂത്രണ കമ്മീഷൻ 50 വന്നെങ്കിലും 50 പ്രവർത്തനം തുടങ്ങിയില്ല. പ്രവർത്തനം തുടങ്ങിയത് 51. ഏത് പദ്ധതികൾ പ്രകാരമാണ് പ്ലാനിംഗ് കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചത്? 5 ഇയർ പ്ലാൻസ് വഴിയാണ്. 5 വത്സര പദ്ധതികൾ 5 ഇയർ പ്ലാൻസ് വഴിയാണ് 1951 ഇതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നു, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാണ് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ? നമ്മൾ പറഞ്ഞു സമൂഹത്തിന് പൊതുവായ കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് വെച്ച് നേടിയെടുക്കാൻ നടത്തുന്ന മുന്നൊരുക്കത്തെയാണ് നമ്മൾ എന്ത് വിളിക്കാന്ന് പറഞ്ഞു? അതാണ് സാമ്പത്തിക ആസൂത്രണം എന്ന് വിളിക്കുക നമ്മൾ പറഞ്ഞു അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ആ ലക്ഷ്യങ്ങൾ? പ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഓക്കെ. ഇത് പഴയ ടെക്സ്റ്റ് ആണ്. പുതിയ ടെക്സ്റ്റിൻ്റെത് ഞാൻ വായിക്കും. അത് കുറച്ചും കൂടെ ഉണ്ട്. ഓക്കെ. വളർച്ച, തുല്യത, സ്വാശ്രയത്വം, ആധുനികവൽക്കരണം എന്നിവയാണ് ലക്ഷ്യം. ഇത് 4ഉം പഠിക്കണം. ഈ 4 എണ്ണം ഉണ്ടെന്നും ഈ 4 എണ്ണത്തിന്റെ പേരും നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കണം. ഇത് നമുക്ക് ഓർക്കാൻ കുറച്ചുകൂടെ എളുപ്പം ഇംഗ്ലീഷിലാണ്. ഞാൻ പറയാം. വളർച്ചയ്ക്ക് നമ്മൾ എന്താടാ പറയാ? വളർച്ചയ്ക്ക് നമ്മൾ പറയും ഗ്രോത്ത് അല്ലേ? വളർച്ചയ്ക്ക് നമ്മൾ പറയും ഗ്രോത്ത്. തുല്യതക്കോ ഇക്വിറ്റി എന്ന് വിളിക്കും അല്ലേ? തുല്യതയാണ് ഇക്വിറ്റി. സ്വാശ്രയത്വത്തിന് നമ്മൾ എന്താ പറയാ? സെൽഫ് റിലയൻസ്.
വൽക്കരണം അഥവാ മോഡേണൈസേഷൻ അല്ലേ, മോഡേണൈസേഷൻ. അപ്പോൾ നോക്കിയേ, ഗ്രോത്ത് ഉണ്ട്, ഇക്വിറ്റി ഉണ്ട്, മോഡേണൈസേഷൻ ഉണ്ട്, സെൽഫ് ഉണ്ട്. എല്ലാത്തിൻ്റെയും ആദ്യത്തെ അക്ഷരം എടുത്താൽ നമുക്കത് എന്തെന്ന് വായിക്കാം? ഗ്രോത്ത്, ജി ഫോർ ഗ്രോത്ത്, ഇക്വിറ്റീൻ്റെ ഇ, മോഡേണൈസേഷൻ്റെ എം, സെൽഫ് റിലയൻസിൻ്റെ എസ്. എന്തെന്ന് വായിക്കാടാ? ജെംസ് എന്ന് വായിച്ചൂടെ? വായിക്കാം. അപ്പോൾ ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ കോഡാണ് ജെംസ്. ഒരു കാരണവശാലും മറന്നു പോകരുത്, എല്ലാ എക്സാമിനും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ജി എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് അഥവാ വളർച്ച, ഇ എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി അഥവാ സമത്വം, തുല്യത, എം എന്ന് പറഞ്ഞാൽ മോഡേണൈസേഷൻ അഥവാ ആധുനികവൽക്കരണം, എസ് എന്ന് പറഞ്ഞാൽ സ്വാശ്രയത്വം അഥവാ സെൽഫ് റിലയൻസ്. ഓക്കെ അല്ലേ? ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റാണ്. എം വിശ്വേശ്വരയ്യയെ ഇന്ത്യൻ സാമ്പത്തികാസൂത്രണത്തിന്റെ പിതാവായി കണക്കാക്കുന്നു. ഓക്കെ, ഇനി നമ്മളിപ്പോൾ പറഞ്ഞ ലക്ഷ്യങ്ങൾ ഒന്നുകൂടെ, ഇത് പുതിയ ടെക്സ്റ്റാണ്, ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. എന്താണ് നമ്മൾ പറഞ്ഞ വളർച്ച അഥവാ ഗ്രോത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓക്കെ, ജെംസിലെ ഫസ്റ്റ് ജി. എന്താണ് ഗ്രോത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന വർധനവാണടാ ഗ്രോത്ത്. എന്താണ്? ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന വർധനവ്. എങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കുക? എങ്ങനെയാണ് ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന വർധനവ്? ഇപ്പോൾ നമ്മൾ ഒരു സാധനം, എന്തെങ്കിലും ഒരു ഫാക്ടറിയോ എന്തെങ്കിലും ഒരു സംഭവം നടത്തുകയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം 2025 നമ്മളൊരു ചെറിയ വാല്യൂസ് എടുത്ത് പറഞ്ഞുതരാം. ഒരു 100 കിലോ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കിയെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ 2026 നമ്മളത് 115 കിലോ ആണ് ഉണ്ടാക്കിയത് അല്ലേ, 115. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര അധികം വന്നു? ആദ്യം 2025 100, 2026 115. എത്ര അധികം വന്നു? 15 അധികം വന്നു അല്ലേ? ഈ അധികമുള്ള 15 നമ്മുടെ വളർച്ച. മനസ്സിലായോ? അപ്പോൾ ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന വർധനവിനെയാണ് നമ്മൾ വളർച്ച എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ആ 115 നമ്മുടെ വളർച്ചയല്ല, ആ അധികം വന്ന 15 മാത്രമാണ് നമ്മുടെ വളർച്ച. ഇനി ആധുനികവൽക്കരണം അഥവാ മോഡേണൈസേഷൻ എന്ന് പറയുന്ന ടേം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മളുടെ പ്ലാനിങ് എന്ന് പറയുന്ന പരിപാടിയിലോട്ട് എന്തുപയോഗിക്കണം? പുതിയ പുതിയ ടെക്നോളജീസ്, പുതിയ പുതിയ ഐഡിയാസ്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. പുതിയ സാങ്കേതിക വിദ്യകൾ, പുതിയ ആശയങ്ങൾ, പുതിയ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ സൊസൈറ്റിയുടെ, നമ്മുടെ ഒരു കാഴ്ചപ്പാടിനെയും നവീകരിക്കുക. നമ്മൾ പുതിയ പുതിയ ടെക്നോളജീസ് ഉപയോഗിക്കുന്നു, പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഉപയോഗിക്കുന്നു, പക്ഷെ നമ്മുടെ കാഴ്ചപ്പാട് മാറുന്നില്ല. നമ്മളത് ഏതോ പണ്ടത്തെ നൂറ്റാണ്ടിലെ കാഴ്ചപ്പാടും കൊണ്ട് നടന്ന സംഭവം നടക്കുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കാഴ്ചപ്പാടിനെ മാറ്റണം. പുതിയതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. അതാണ് ആധുനികവൽക്കരണം. അടുത്തതാണ് സ്വാശ്രയത്വം അഥവാ സെൽഫ് റിലയൻസ്. എന്താണ് സ്വാശ്രയത്വം? നമുക്ക് സെൽഫ് റിലയൻ്റ്, അതായത് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവണം എന്ന് പറയുമ്പോൾ അവിടെ എന്തൊരർത്ഥം ഉണ്ടടാ? നമ്മൾ ഡിപ്പെൻഡൻസി കുറയ്ക്കണം, നമ്മൾ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കണം. വിദേശ ആശ്രയത്വം കുറയ്ക്കുക. എന്ത് കാര്യത്തിൽ? സാമ്പത്തിക പ്രവർത്തനത്തിൽ വിദേശ ആശ്രയത്വം കുറക്കുക എന്നുള്ള ഒരു ലക്ഷ്യം നമ്മുടെ പ്ലാനിങ്ങിനുണ്ട്. അത് വേണം അല്ലേ? അടുത്തതാണ് തുല്യനീതി അഥവാ ഇക്വിറ്റി. എന്താണ് തുല്യനീതി? നമ്മൾ പറഞ്ഞു, സാമ്പത്തികാസൂത്രണത്തിന്റെ ഹെഡിങ്ങിൽ അല്ലെങ്കിൽ അതിന്റെ ഡെഫിനിഷനിൽ നമ്മൾ പറഞ്ഞു, അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് നല്ല രീതിയിൽ സമൂഹത്തിലെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക, അതിനുവേണ്ടി മുന്നൊരുക്കം നടത്തുക അല്ലേ? അങ്ങനെ മുന്നൊരുക്കം നടത്തുമ്പോൾ ആ റിസോഴ്സസ് എല്ലാവർക്കും തുല്യമായി ലഭിക്കണം. സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം സാധ്യമാക്കണം. അതിനെയാണ് നമ്മൾ തുല്യനീതി എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അടുത്ത കാര്യം പറയാം. അങ്ങനെ 1950 എന്തു വന്നു നമ്മൾ പറഞ്ഞു? ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. ആസൂത്രണ കമ്മീഷൻ 1951 മുതൽ പഞ്ചവത്സര പദ്ധതികളിലൂടെ ആസൂത്രണ പ്രക്രിയകൾ നടപ്പിലാക്കി. അതുപോലെയുള്ള 5 ഇയർ പ്ലാനിംഗ് പോലെയുള്ള പ്ലാനിങ്ങുകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ആസൂത്രണ പ്രക്രിയകൾ നടപ്പിലാക്കുമ്പോൾ 4 പ്രധാന ലക്ഷ്യങ്ങളാണ് മുന്നിൽ കണ്ടതെന്ന് പറഞ്ഞു. ജെംസ് എന്ന് പറഞ്ഞു, ഗ്രോത്ത്, ഇക്വിറ്റി, സെൽഫ് റിലയൻസ് ആൻഡ് മോഡേണൈസേഷൻ അല്ലേ? വളർച്ച, തുല്യത, ആധുനികവൽക്കരണം ആൻഡ്
സാശ്രയത്വം. ഓക്കെ, ഇനി നമ്മൾ പറയാണ് ആസൂത്രണ കമ്മീഷന്റെ ഘടന, അതൊന്നും നമ്മൾ പഠിക്കണം. ആസൂത്രണ കമ്മീഷനിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്, ആരാണ് അതിന്റെ അധ്യക്ഷൻ, ഇതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. ആരാടാ? ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ 1950 നിലവിൽ വന്ന് 1951 പ്രവർത്തിക്കാൻ തുടങ്ങിയ ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരായിരിക്കും? ആദ്യ പ്രധാനമന്ത്രി ആയിരിക്കും. അപ്പൊ അതാരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ്. പിന്നെ ഒരു ഉപാധ്യക്ഷൻ ഉണ്ടാകും. ഓക്കെ, നമ്മുടെ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നപ്പോൾ ആദ്യമായിട്ട് ആരായിരുന്നു അതിന്റെ ഉപാധ്യക്ഷനായത്? ഇതൊക്കെ PSC ചോദിച്ചിട്ടുള്ളതാണ്. ഗുൽസാരിലാൽ നന്ദ. ആരാടാ? ഗുൽസാരിലാൽ നന്ദ. ഗുൽസാരിലാൽ നന്ദ എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷനായത് നമ്മുടെ ആദ്യ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആണ്. പിന്നെയോ കേന്ദ്ര ക്യാബിനറ്റ് നിശ്ചയിക്കുന്ന അംഗങ്ങളും ഇതിനകത്തുണ്ടാകും. അപ്പൊ ആസൂത്രണ കമ്മീഷന്റെ ഘടന പറയുമ്പോൾ ഒരു അധ്യക്ഷൻ, ഒരു ഉപാധ്യക്ഷൻ, കേന്ദ്ര ക്യാബിനറ്റ് നിശ്ചയിക്കുന്ന അംഗങ്ങൾ. ആദ്യ അധ്യക്ഷൻ അത് നമ്മുടെ ജവഹർലാൽ നെഹ്റുവും ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസരിലാൽ നന്ദയും ആയിരുന്നു. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇവിടെ കണ്ടോ, ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി എന്ന് പറഞ്ഞിട്ട് ആരെ കൊടുത്തിട്ടുണ്ട്? PC മെഹലനോബിസ്. അതേ ആളെ തന്നെയാണ് ഇന്ത്യൻ സാമ്പത്തികാസൂത്രണത്തിന്റെ ശില്പി എന്നും ചോദിക്കാറ്. അപ്പൊ മാറിപ്പോവരുത്, ഞാൻ പറഞ്ഞു ഇന്ത്യൻ സാമ്പത്തികാസൂത്രണത്തിന്റെ പിതാവ് വിശ്വേശ്വരയ്യ, ഇന്ത്യൻ സാമ്പത്തികാസൂത്രണത്തിന്റെ ശില്പി അല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി എന്നൊക്കെ ചോദിച്ചാൽ അത് ആരാണ്? ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി എന്നൊക്കെ ചോദിച്ചാൽ അത് PC മെഹലനോബിസ് ആണ്. PC മെഹലനോബിസ്. ഓക്കെ, അപ്പൊ അടുത്ത കാര്യങ്ങളൊക്കെ പോവാം. ദേശീയ തലത്തിൽ 1950 സ്ഥാപിതമായ ആസൂത്രണ കമ്മീഷൻ എപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്തു? എപ്പോഴാണ് അത് നിർത്തിയത്? 2014 ആണ് അത് നിർത്തിയത്. അപ്പൊ 1950 മുതൽ 2014 വരെ ഇത് പ്രവർത്തിച്ചു. 2014 അത് നിർത്തി. ആൻഡ് ഇപ്പോൾ ഈ ആസൂത്രണ കമ്മീഷൻ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരാണ് നീതി ആയോഗ്. എന്താടാ? നീതി ആയോഗ്. എന്താണ് നീതിയുടെ ഫുൾ ഫോം? അതാണ് ഫസ്റ്റ് ആണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട ക്വസ്റ്റ്യൻ. N ഫോർ നാഷണൽ. അടുത്തത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. കേൾക്കുമ്പോൾ നമുക്ക് എളുപ്പമല്ലേ എന്ന് വിചാരിക്കും, പക്ഷെ ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് കിളി പോകും. അതായത് നമ്മളിപ്പോൾ റെഡിക്ക് പറയുന്നത് എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇന്ത്യ അല്ലേ? ഓപ്ഷനിൽ ഓഫ് ഇന്ത്യ ഒക്കെ തരും. ഈ ഓഫാണ് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. അവർ പറയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷന് വേറെ തരും. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് പഠിച്ചു വെക്കുക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരുന്നോ. ഫോറിന് പകരമാണ് എപ്പോഴും വേറെ ആരെങ്കിലും കിട്ടിയിരാറ്. ഫോർ ഇന്ത്യ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളതാണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം. എപ്പോഴാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? 2015 ജനുവരി 1. നമ്മൾ പറഞ്ഞു 2014 കൂടെ ആര് പോയടാ? പ്ലാനിംഗ് കമ്മീഷൻ പോയി. അങ്ങനെ 2015 ജനുവരി 1 പ്ലാനിംഗ് കമ്മീഷൻ അഥവാ ആസൂത്രണ കമ്മീഷന് പകരമായി നിലവിൽ വന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് നീതി ആയോഗ്. ഓക്കെ, എന്താണ് നീതി ആയോഗിന്റെ ലക്ഷ്യം? സാമ്പത്തിക വളർച്ച, സാമൂഹിക ക്ഷേമം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിലൂടെ ഇന്ത്യയെ രൂപാന്തരപ്പെടുത്തുക. എന്താണ്? സാമ്പത്തിക വളർച്ച, സാമൂഹിക ക്ഷേമം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിലൂടെ ഇന്ത്യയെ രൂപാന്തരപ്പെടുത്തുക എന്നതാണ് നീതി ആയോഗിന്റെ ലക്ഷ്യം. ഇനി നമുക്ക് പറയാനുള്ളത് നീതി ആയോഗിന്റെ ഘടന അഥവാ അതിന്റെ സ്ട്രക്ചർ, ആരൊക്കെയാണ് അതിലുള്ളത് എന്നുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയയാണ്, മനസ്സിലാക്കാം. നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരായിരിക്കും? പ്ലാനിംഗ് കമ്മീഷൻ പോലെ തന്നെ നീതി ആയോഗിന്റെയും അധ്യക്ഷൻ പ്രധാനമന്ത്രി ആയിരിക്കും. അപ്പോൾ 2015 നീതി ആയോഗ് നിലവിൽ വരുമ്പോൾ ആരായിരിക്കും നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷനായി ചുമതലയേറ്റിട്ടുണ്ടാവുക? അതാരായിരിക്കും? നമ്മുടെ പ്രൈം മിനിസ്റ്റർ, ആ സമയത്ത് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദി ആയിരിക്കും അല്ലേ? അപ്പൊ നിലവിലും ആരാണ്? നരേന്ദ്രമോദി തന്നെയാണ്. അപ്പോൾ നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷനും നിലവിലെ അധ്യക്ഷനും ആര് തന്നെയാണ്? അത് നരേന്ദ്രമോദി തന്നെയാണ്. പ്രധാനമന്ത്രി ആയിരിക്കും നീതി ആയോഗിന്റെ അധ്യക്ഷൻ.
പിന്നെ ആരാ ഉണ്ടാവുക? എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാര്, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും നീതി ആയോഗിൽ അംഗങ്ങളായിരിക്കും. എന്താ പറഞ്ഞത്? എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും അംഗങ്ങളായിരിക്കും. പിന്നെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞു. ഒരു ഉപാധ്യക്ഷൻ ഉണ്ടാകും. ഈ ഉപാധ്യക്ഷൻ ആരാണ് എന്നുള്ളത് ആരാണ് തീരുമാനിക്കുന്നത്? ഈ ഉപാധ്യക്ഷൻ ആരാണ് എന്നുള്ളത് പ്രധാനമന്ത്രിയാണ് തീരുമാനിക്കുന്നത്. നിലവിൽ ആരാണ് വൈസ് ചെയർപേഴ്സൺ? ആരാണ് ഉപാധ്യക്ഷൻ? നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ നിലവിൽ സുമൻ കെ ബെറി എന്ന് പറയുന്ന ആളാണ്. ആരാണ്? സുമൻ ബെറി. സുമൻ ബെറി എന്ന് പറയുന്ന വ്യക്തിയാണ് നിലവിൽ ഇതിന്റെ ഉപാധ്യക്ഷനായിട്ടുള്ളത്. അപ്പൊ അധ്യക്ഷൻ പ്രധാനമന്ത്രി, ഉപാധ്യക്ഷൻ സുമൻ കെ ബെറിയാണ് നിലവിലുള്ളത്. ഉപാധ്യക്ഷനെ തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രി ആയിരിക്കും. ഇനി അതുകൂടാതെ 2 പാർട്ട് ടൈം അംഗങ്ങൾ ഉണ്ടാകും, 4 അനൗദ്യോഗിക അംഗങ്ങൾ ഉണ്ടാകും, ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഥവാ CEO ഉണ്ടാകും. അപ്പൊ ആരൊക്കെ ഉണ്ടാവുക? 2 പാർട്ട് ടൈം അംഗങ്ങൾ, 4 അനൗദ്യോഗിക അംഗങ്ങൾ അഥവാ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്, പിന്നെ ഒരു CEO ഉണ്ടാകും അഥവാ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടാകും. 2 പാർട്ട് ടൈം അംഗങ്ങൾ, 4 അൺഒഫീഷ്യൽ മെമ്പേഴ്സ് അഥവാ അനൗദ്യോഗിക അംഗങ്ങൾ, ഒരു CEO അഥവാ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടായിരിക്കും. നിലവിൽ ആരാണ് ഇതിന്റെ CEO? നീതി ആയോഗിന്റെ നിലവിലെ CEO. അപ്പോൾ ഇപ്പൊ നിധി ജബ്ബർ എന്ന് പറയുന്ന ഒരു IAS ഓഫീസർക്കാണ് ഇതിന്റെ ഒരു അഡീഷണൽ ഡ്യൂട്ടി കൊടുത്തിരിക്കുന്നത്. നിധി ജബ്ബറിനാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഇതിനു മുമ്പ്, അതായത് ഫെബ്രുവരി 2026 ഫെബ്രുവരി 25 വരെ BVR സുബ്രഹ്മണ്യത്തിനായിരുന്നു CEO ചാർജ് ഉള്ളത്. ആർക്കാണ്? BVR സുബ്രഹ്മണ്യം. നമ്മുടെ PSC ഇതുവരെ ചോദിച്ചിട്ടുള്ളതിൽ ഇപ്പൊ ഈ പേരാണ് ഉള്ളത്, BVR സുബ്രഹ്മണ്യം. ഈ BVR സുബ്രഹ്മണ്യത്തിന്റെ കാലാവധി ഫെബ്രുവരി 25 കൂടെ കഴിഞ്ഞപ്പോൾ അധിക ചുമതല കൊടുത്തതാണ് നിധി ജബ്ബറിന്. അപ്പോൾ ഉടൻ തന്നെ മാറി പുതിയ ഒരാള് CEO ആയിട്ട് എന്തിനു വരും? നീതി ആയോഗിന് വരും. അപ്പോൾ പുതിയ ആളെ പഠിക്കാൻ വേണ്ടി നിങ്ങൾ റെഡി ആയിട്ടിരിക്കണം. പുതിയ ആൾ ഇപ്പൊ അടുത്ത് തന്നെ അപ്പോയിന്റഡ് ആകും. BVR സുബ്രഹ്മണ്യമാണ് നിലവിൽ ഇതുവരെ PSC ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തിട്ടുള്ളത്, ഇപ്പൊ ലേറ്റസ്റ്റ് ചോദിച്ചിട്ടുള്ളതിന്. ആൻഡ് നിധി ജബ്ബറിന് കൊടുത്തിരിക്കുന്നത് അഡീഷണൽ ചുമതലയാണ്. അപ്പൊ CEO BVR സുബ്രഹ്മണ്യം ആൻഡ് വൈസ് ചെയർപേഴ്സൺ സുമൻ കെ ബെറി. വൈസ് ചെയർപേഴ്സണെയാണ് ഭയങ്കര കൂടുതലായിട്ട് ചോദിക്കാറുള്ളത് കേട്ടോ, സുമൻ കെ ബെറി. ഇനിയോ, പ്രധാനമന്ത്രി നിയോഗിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരുണ്ടാകും. പ്രധാനമന്ത്രി നിയോഗിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരുണ്ടാകും. അവരുടെ പൊസിഷൻ എങ്ങനെയായിരിക്കും? അനൗദ്യോഗികമായിരിക്കും, അനൗദ്യോഗിക അംഗങ്ങളായിരിക്കും. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. നീതി ആയോഗിന് എപ്പോഴും എന്തായാലും ഒരു അധ്യക്ഷൻ ഉണ്ടാകും. ആ അധ്യക്ഷൻ പ്രധാനമന്ത്രി ആയിരിക്കും. ഈ പ്രധാനമന്ത്രി പറയുന്ന ഒരു ഉപാധ്യക്ഷൻ ഉണ്ടാകും. പ്രധാനമന്ത്രി നിയോഗിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരുണ്ടാകും. അവർ അനൗദ്യോഗിക അംഗങ്ങളായിരിക്കും. പിന്നെയോ, എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാര്, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാര് ഇവരിതിൽ അംഗങ്ങളായിരിക്കും. പിന്നെ 2 പാർട്ട് ടൈം മെമ്പേഴ്സും 4 അനൗദ്യോഗിക അംഗങ്ങളും ഒരു CEOയും ഉണ്ടായിരിക്കും. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാവാത്തവര് ഒന്ന് നല്ലതുപോലെ വായിക്കുക. കുറച്ച് നമുക്ക് ഈ പേരുകളൊന്നും ഓർത്തിരിക്കാൻ, അല്ലെങ്കിൽ ഈ പൊസിഷൻസ് ഒക്കെ ഓർത്തിരിക്കാൻ ഇച്ചിരി പാടുണ്ടാകും, സ്വാഭാവികം മാത്രമാണ്. അതെന്ത് ചെയ്യുക? ഒരു 2-3 തവണ വായിക്കുമ്പോൾ അത് ശരിയാവും കേട്ടോ. പിന്നെ ഞാൻ പോളായിട്ട് ഇടാം, ചാനലിൽ പോളായിട്ട് ഇടാം. അപ്പം നിങ്ങൾക്ക് പഠിച്ചിട്ട് ചെയ്ത് നോക്കണം, വെറുതെ ചെയ്യരുത്. ഇപ്പം പോളായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. ഓക്കെ. ഇനി നീതി ആയോഗിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? നീതി ആയോഗിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ, അതായത് ചുമ്മാ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോയാൽ മതിയോ? പറ്റൂല. അതിന് കുറച്ച് ലക്ഷ്യങ്ങൾ ഉണ്ടാകും അല്ലേ? എന്തൊക്കെയാണ് നീതി ആയോഗിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ? 1. ഇന്ത്യയുടെ വികസന മുൻഗണനകൾക്കും പദ്ധതികൾക്കും കാഴ്ചപ്പാട് സൃഷ്ടിക്കുക. എന്താണ് ഇന്ത്യയുടെ വികസന മുൻഗണനകൾ? എന്തൊക്കെയാണ് ഇന്ത്യയുടെ വികസന മുൻഗണനകൾ? ഏത് ഏരിയാസിനെ, ഏത് സെക്ടറിനെയാണ് ഇന്ത്യ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? അതിനു വേണ്ട പദ്ധതികൾ എന്തൊക്കെയാണ്? അതിനൊരു വിഷൻ, കാഴ്ചപ്പാട് സൃഷ്ടിക്കുക. ഇന്ത്യയുടെ വികസന മുൻഗണനകൾക്കും പദ്ധതികൾക്കും കാഴ്ചപ്പാട് സൃഷ്ടിക്കുക. പിന്നെയോ, സുസ്ഥിര വികസനവും സമഗ്രമായ വളർച്ചയും പ്രോത്സാഹിപ്പിക്കുക. സുസ്ഥിര വികസനം എന്താ? സുസ്ഥിര വികസനം വരും തലമുറയെ കൂടെ കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ചെയ്യുക, വികസന പ്രവർത്തനങ്ങൾ ചെയ്യുക, അതാണ് സുസ്ഥിര വികസനം. സമഗ്രമായ വളർച്ച എന്ന് പറഞ്ഞാൽ ഇൻക്ലൂസീവ് ഗ്രോത്ത് അല്ലേ? എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളർച്ച. താഴെ തട്ടിലുള്ള ആൾക്കാരെ തഴയാതെ മുകളിൽ തട്ടിലുള്ള ആൾക്കാരെ മാത്രം പരിഗണിച്ചുകൊണ്ട് അങ്ങനെ നമ്മളൊരു പ്ലാനിങ് കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള കാര്യങ്ങളായിരിക്കണം ചെയ്യുന്നത്. സുസ്ഥിര വികസനവും സമഗ്രമായ വളർച്ചയും പ്രോത്സാഹിപ്പിക്കുക.
പിന്നെയോ നവീകരണം, സംരംഭകത്വം, തൊഴിലവസരങ്ങൾ, ഇതിലൂടെ സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, തൊഴിലവസരങ്ങൾ, പുതിയ എന്താ പറയുക, എന്റർപ്രണർഷിപ്സ് ഒക്കെ തുടങ്ങുന്ന ആൾക്കാരാണ്, അവർക്ക് അതിനുള്ള സഹായം കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പം നവീകരണം, സംരംഭകത്വം, തൊഴിലവസരങ്ങൾ എന്നിവയിലൂടെ സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുക. ആഗോള വൈവിധ്യവും വിഭവവും പ്രയോജനപ്പെടുത്തുന്നതിന് അന്താരാഷ്ട്ര സംഘടനകളുമായും രാജ്യങ്ങളുമായും സഹകരിക്കുക. ഓക്കെ, അപ്പോൾ പുറത്തുള്ള രാജ്യങ്ങളുമായിട്ട്, പുറത്തുള്ള സംഘടനകളുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ചു പോവുക എന്നുള്ള ഒരു ലക്ഷ്യവും നീതി ആയോഗിനുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ സഹകരിക്കുന്നത്? ആഗോള വൈവിധ്യവും ആഗോള വിഭവങ്ങളും പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി. അടുത്തതോ, തന്ത്രപരവും ദീർഘകാലവുമായ നയങ്ങളും പരിപാടികളും വികസിപ്പിക്കുക, നടപ്പിലാക്കുക. അതായത് ഷോർട്ട് ടേം ആയിട്ടുള്ള പ്ലാൻസോ ഷോർട്ട് ടേം ആയിട്ടുള്ള കാര്യങ്ങളല്ല ആര് ചെയ്യുന്നത്? നീതി ആയോഗ് ചെയ്യുന്നത്. നീതി ആയോഗ് ചെയ്യുന്നത് ലോങ് ടേം ആയിട്ടുള്ള പ്ലാൻസ്, സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്ലാൻസ് ഒക്കെയാണ് നീതി ആയോഗ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഒന്നുകൂടെ വായിക്കാം. ഇന്ത്യയുടെ വികസന മുൻഗണനകൾക്കും പദ്ധതികൾക്കും കാഴ്ചപ്പാട് സൃഷ്ടിക്കുക. ഫസ്റ്റ് പോയിന്റ്. സുസ്ഥിര വികസനവും സമഗ്രമായ വളർച്ചയും പ്രോത്സാഹിപ്പിക്കുക. അടുത്തത് നവീകരണം, സംരംഭകത്വം, തൊഴിലവസരങ്ങൾ, ഇതിലൂടെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, ഇനി ആഗോള വൈവിധ്യവും വിഭവവും പ്രയോജനപ്പെടുത്തുന്നതിന് അന്താരാഷ്ട്ര സംഘടനകളുമായും രാജ്യങ്ങളുമായും സഹകരിക്കുക. പിന്നെ തന്ത്രപരവും ദീർഘകാലവുമായ നയങ്ങൾ, പരിപാടികൾ ഇതൊക്കെ വികസിപ്പിക്കുക, നടപ്പിലാക്കുക. സെറ്റിലെ ഇതൊക്കെയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. ഇനിയും പഴയ ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് നോക്കാം. ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. നീതി ആയോഗ് 2015 ജനുവരി 1 വന്നു. അതിൻ്റെ ഫുൾ ഫോം, ഘടന പറഞ്ഞു അല്ലേ, മുഖ്യമന്ത്രിമാർ, പിന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ഇവിടെ പറയാത്തൊരു കാര്യമുള്ളത്, പ്രധാന സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും ഉള്ളവരെയാണ് താൽക്കാലിക അംഗങ്ങളാക്കി താൽക്കാലിക അംഗങ്ങളാക്കി ആരെയാണ് നിയമിക്കുക എന്നുള്ളത്. പ്രധാന സർവകലാശാല യൂണിവേഴ്സിറ്റികളിലുള്ളവരും അതുപോലെ തന്നെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ, ഗവേഷണ സ്ഥാപനങ്ങളിലൊക്കെ ഉള്ളവരെയാണ് താൽക്കാലിക അംഗങ്ങളാക്കിയിട്ട് ഇതിനകത്ത് ഉണ്ടാകുക. അതായത് 2 പാർട്ട് ടൈം മെമ്പേഴ്സ് ഉണ്ടല്ലോ, ഈ 2 പാർട്ട് ടൈം മെമ്പേഴ്സിനെ എവിടെ നിന്ന് എടുക്കുന്നതാണ് ഇവർ പറയുന്നത്? അത് യൂണിവേഴ്സിറ്റികളിൽ നിന്നും പ്രധാന ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെയാണ് എടുക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ പറയുന്ന ഒരു പോയിന്റാണ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ പ്രധാനമന്ത്രി നിയമിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി വായിച്ചതിൽ വൈസ് പ്രസിഡന്റ് അഥവാ ഉപാധ്യക്ഷനെ പ്രധാനമന്ത്രി നിയമിക്കുന്നു കണ്ടു. അതുപോലെ തന്നെ CEO അഥവാ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇല്ലേ, അദ്ദേഹത്തിനെ നിയമിക്കുന്നതും ആര് തന്നെയാണ്? പ്രധാനമന്ത്രി തന്നെയാണ്. ഇനി പഴയ ടെക്സ്റ്റ് ബുക്കിലുള്ള ലക്ഷ്യങ്ങളും കൂടെ ഉണ്ട്, അതുകൂടെ നോക്കിയാൽ ഓൾമോസ്റ്റ് ഇതാവും. അത് എളുപ്പമുള്ള കുറച്ച് കാര്യങ്ങളാണ്, അതുകൂടെ വായിച്ചു പോകാം. ഒന്ന്, വ്യവസായ സേവന മേഖലകളിൽ സർക്കാരിന്റെ പങ്കാളിത്തം കുറയ്ക്കുക എന്നുള്ളത് നീതി ആയോഗിന്റെ ഒരു ലക്ഷ്യമാണ്. എന്താടാ? വ്യവസായ മേഖല അഥവാ അതുപോലെ തന്നെ സേവന മേഖല. നമുക്ക് പ്രധാനമായിട്ടും ഇന്ത്യയുടെ നാഷണൽ ഇൻകത്തിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 3 മേഖലകളുണ്ട് അല്ലേ? അഗ്രികൾച്ചർ സെക്ടർ, അതായത് പ്രൈമറി മേഖലയാണ് ഒന്ന്, ഫസ്റ്റത്തത് പ്രൈമറി സെക്ടർ. രണ്ടാമത്തത് ഇൻഡസ്ട്രിയൽ സെക്ടർ അഥവാ വ്യവസായ മേഖല. മൂന്നാമത്തത് സർവീസ് സെക്ടർ അഥവാ സേവന മേഖല. അപ്പോൾ കാർഷിക മേഖല, വ്യവസായ മേഖല, സേവന മേഖല, ഇങ്ങനെ 3 മേഖലകളാണ് നമുക്ക് നാഷണൽ ഇൻകത്തിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിൽ വ്യവസായ മേഖലകളിലും സേവന മേഖലകളിലും സർക്കാരിന്റെ പങ്കാളിത്തം കുറയ്ക്കുക എന്നുള്ളത് നീതി ആയോഗിന്റെ ഒരു ലക്ഷ്യമാണ്. ഇത് പഴയ ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ. ഇനി കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലെത്തിക്കുക. ഓക്കെ, അപ്പോൾ 3 മേഖലകളുടെ കാര്യവും പറഞ്ഞു. ആദ്യം പറഞ്ഞത് വ്യവസായ മേഖലകളിലും സേവന മേഖലകളിലും സർക്കാരിന്റെ ഒരു പങ്കാളിത്തം കുറക്കുക. പിന്നെ പറഞ്ഞത് കാർഷിക മേഖലയിലെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക കാർഷിക മേഖലയെ. പിന്നെയോ മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. മധ്യവർഗം, മിഡിൽ ക്ലാസ്സിനെ ഒരു സാമ്പത്തിക വളർച്ച നേടാൻ അവരെ സഹായിക്കുക, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള പ്ലാനുകളാവണം ഇവർ കൊണ്ടുവരുന്നത്. പിന്നെ പ്രവാസികളായ ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക. പ്രവാസികളായ ഇന്ത്യക്കാരുടെ സേവനം എന്തിനു ഉപയോഗിക്കടാ? സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ, ഇത് ഇടയ്ക്ക് ക്വസ്റ്റ്യനിൽ കാണാറുണ്ട്, സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ഓക്കെ, അപ്പോൾ PDF ഞാൻ ഷെയർ ചെയ്യും എന്തായാലും. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി നോക്കാം. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കാം. ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, കുറച്ച് ക്വസ്റ്റ്യൻസേ എടുത്തിട്ടുള്ളൂ. നീതി ആയോഗിനെ കുറിച്ച് ചോദിച്ച ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനകത്ത് ഒരു 10 ക്വസ്റ്റ്യനെ ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുള്ളൂ. നോക്കാം.
നീതി ആയോഗിനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായതാണ് അല്ലേ? ഓപ്ഷൻസ് വായിക്കാം. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനം. ശരിയാണ് അല്ലേ? നമ്മൾ ഇത്ര നേരം പഠിച്ചു. പ്ലാനിംഗ് കമ്മീഷന് പകരം വന്നതാണ് നീതി ആയോഗ്. നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷൻ ശ്രീ നരേന്ദ്രമോദിയാണ്. ശരിയാണോ? അതെ. 2015 വന്നു. അന്നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അപ്പോൾ ആദ്യ അധ്യക്ഷൻ ആരാണ്? ശ്രീ നരേന്ദ്രമോദിയാണ്. ഇനിയോ 2015 ജനുവരി 1 നിലവിൽ വന്നത് അല്ലേ? അതും നമ്മൾ പഠിച്ചു. അതെ, ശരിയാണ്. ഇനി പറയാത്തൊരു കാര്യമാണ്, ഇപ്പൊ പറയാം. നീതി ആയോഗിന്റെ ആസ്ഥാനം ഡൽഹിയാണ്. ശരിയാണ് കേട്ടോ. നീതി ആയോഗിന്റെ ആസ്ഥാനം ഡൽഹിയാണ്. അപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അതേതാ? ഓപ്ഷൻ ഡി. 1, 2, 3, 4 ഇതെല്ലാം ശരിയാണ്. ഓക്കെ അല്ലേ? കിട്ടുന്നില്ലേ? ഓക്കെ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നീതി ആയോഗിന്റെ CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞേ ഉള്ളൂ. ആരാണ്? പ്രസിഡന്റ് ആണോ? പ്രധാനമന്ത്രിയാണോ? ചീഫ് ജസ്റ്റിസ് ആണോ? ലോക്സഭാ സ്പീക്കറാണോ? ആരാണ്? നമ്മൾ പറഞ്ഞു. ആരാണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ ആയിക്കോട്ടെ, വൈസ് പ്രസിഡന്റിനെ ആയിക്കോട്ടെ, ആരാണ് നിയമിക്കുന്നത്? അത് പ്രധാനമന്ത്രിയാണ്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം. ആസൂത്രണ കമ്മീഷന്റെ പുതിയ പേരെന്താണ്? അത് നമ്മൾ പറഞ്ഞു അല്ലേ? ആസൂത്രണ കമ്മീഷന് പകരം വന്ന ഭരണ സംവിധാനമാണ് എന്ത്? നീതി ആയോഗ്. നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ് നിലവിൽ വന്നത്? 1 ജനുവരി 2015. കണ്ട, ഫസ്റ്റ് ഓപ്ഷൻ കണ്ട, 2015 കൊടുത്തേക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാ? വർഷം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് തെറ്റാൻ വേണ്ടിയിട്ടാണ്. 2015 ഏപ്രിൽ 1 കൊടുത്തേക്കുന്നത് കണ്ടോ? ഓക്കെ. അപ്പോൾ ജനുവരി 1, 2015 നീതി ആയോഗ് നിലവിൽ വന്നിരിക്കുന്നത്. അതും നമ്മൾ പഠിച്ചു. ഓക്കെ. ആ ക്വസ്റ്റ്യൻ 2 തവണ ആഡായി പോയി. ഇത് നോക്കാം കേട്ടോ. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓക്കെ, ഇത് ഇച്ചിരി ടൈറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. പ്രസ്താവന 1, സംസ്ഥാനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ ദേശീയ വികസന മുൻഗണനകൾ, തന്ത്രങ്ങൾ എന്നിവ സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കുക. അല്ലെ? നമ്മളത് ഓൾറെഡി പഠിച്ചു. പുതിയ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ലക്ഷ്യങ്ങൾ നമ്മൾ പഠിച്ചു. എന്ത്? ദേശീയ വികസന മുൻഗണനകൾ കൊണ്ടുവരിക എന്നുള്ളത് ആരുടെ ദൗത്യമാണ്? നീതി ആയോഗിന്റെ ദൗത്യമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർക്കണം, സംസ്ഥാനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ കൂടെയാണ് ദേശീയ വികസന മുൻഗണനകൾ, തന്ത്രങ്ങൾ എന്നിവ സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ നീതി ആയോഗ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. നീതി ആയോഗിന് മുമ്പുണ്ടായിരുന്ന സംവിധാനം ഏതാടാ? പ്ലാനിംഗ് കമ്മീഷൻ. ഈ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് അത് ഫോളോ ചെയ്തിരുന്നത് ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്. എന്താണ്? ടോപ്പ് ഡൗൺ അപ്രോച്ച്. എന്താ ടോപ്പ് ഡൗൺ അപ്രോച്ച്? ടോപ്പിൽ പറയുന്ന ആളുകൾ പറയുന്നു, അത് തന്നെ ഡൗണിലോട്ട് ഫോളോ ചെയ്തുകൊണ്ട് വരുന്ന താഴേക്ക്. അതായത് താഴെയുള്ള ആൾക്കാരുടെ പ്രയോറിറ്റീസ് എന്താണ്, അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ള രീതിയിലായിരുന്നില്ല പ്ലാനിങ് നടന്നുകൊണ്ടിരുന്നത്. ടോപ്പിലുള്ള കാര്യങ്ങൾ തന്നെ താഴേക്ക് ഫോളോ ചെയ്തു വന്നിരുന്നു. അതാണ് ടോപ്പ് ഡൗൺ അപ്രോച്ച്. അല്ലെങ്കിൽ താഴെ ഡൗണിലുള്ള സ്റ്റേറ്റ്സിന് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ഈ ഒരു പ്ലാനിംഗ് കമ്മീഷൻ ചർച്ച ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് ആയിരുന്നു. പക്ഷേ നമ്മുടെ നീതി ആയോഗ് എന്ന് പറയുന്നത് ഒരു ബോട്ടം അപ്പ് അപ്രോച്ച് ആണ്. എന്താടാ? നീതി ആയോഗ് എന്ന് പറയുന്നത് എന്ത് അപ്രോച്ച് ആണ്? ബോട്ടം അപ്പ് അപ്രോച്ച് ആണ്. എന്താ ബോട്ടം അപ്പ് അപ്രോച്ച്? ബോട്ടത്തിന്, അതായത് താഴെയുള്ള ആൾക്കാർക്ക് അവരുടെ പ്രാധാന്യം കൊടുക്കുന്ന അപ്രോച്ച് ആണ് നീതി ആയോഗ്. ഇനി സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തത്തോടെ. അപ്പൊ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തം ആര് ഉറപ്പുവരുത്തുന്നുണ്ട്? നീതി ആയോഗ് ഉറപ്പുവരുത്തുന്നുണ്ട്. അതാണ് ബോട്ടം അപ്പ് അപ്രോച്ച് ആവുന്നത്. സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തത്തോടെ ദേശീയ വികസന മുൻഗണനകൾ, തന്ത്രങ്ങൾ എന്നിവ സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കുന്നു. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. അടുത്തത്, സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണാ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക. അത് അടുത്ത പോയിന്റാണ്, പഠിച്ചിരിക്കുക. നീതി ആയോഗിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യമാണ് സഹകരണ ഫെഡറലിസം, കോർപ്പറേറ്റീവ് ഫെഡറലിസം വളർത്തിയെടുക്കുക. സംസ്ഥാനങ്ങളുമായുള്ള പിന്തുണാ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക. അതായത് നീതി ആയോഗ് എപ്പോഴും ഒരു സംസ്ഥാനങ്ങളുടെ ഒരു ഇൻവോൾവ്മെന്റും കൂടെ ഇതിനകത്ത് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. പ്ലാനിങ്ങിലൊക്കെ സംസ്ഥാനങ്ങളുടെയും കൂടി ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് നീതി ആയോഗ് ഉറപ്പുവരുത്തുന്നുണ്ട്. അടുത്തതോ, സാമ്പത്തിക പുരോഗതിയിൽ നിന്ന് വേണ്ടത്ര പ്രയോജനം ലഭിക്കാത്ത സമൂഹത്തിലെ വിഭാഗങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുക. അതും ശരിയാണ്. നമ്മൾ പറഞ്ഞു അല്ലേ? താഴെയുള്ള ആൾക്കാരെയും കൂടി ഇതിനകത്ത് എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് ചെയ്യിക്കണം. അപ്പൊ എല്ലാ പ്രസ്താവനകളും ഇതുമായി ബന്ധപ്പെട്ട് ശരിയാണ്. ഇനി അടുത്ത ചോദ്യം, നീതി ആയോഗിനെ കുറിച്ച് താഴെയുള്ള പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചത്. ഇത് സഹകരണ ഫെഡറലിസത്തിന്റെ ഉത്സാഹത്തിൽ പ്രവർത്തിക്കുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലേ? സഹകരണ ഫെഡറലിസം ഉണ്ട്. പിന്നെയോ, താഴെയുള്ള ഒരു സമീപനമാണ് ഉപയോഗിച്ചത് അല്ലേ?
അതെ, താഴെ ബോട്ടം അപ്പ് അപ്രോച്ചാണ്, താഴെയുള്ള സമീപനമാണ്. ഇതൊരു ഉപദേശക ചിന്താ ടാങ്കാണ്. മലയാളത്തിൽ കേൾക്കുമ്പോൾ ഭയങ്കര എന്താന്ന് തോന്നും. ഉപദേശക ചിന്താ ടാങ്കാണ് എന്ന് പറയുമ്പോൾ ഇതൊരു അഡ്വൈസറി ബോഡിയാണ്. നീതി ആയോഗിന് ഇങ്ങനെ ഉപദേശിക്കാനേ പറ്റുള്ളൂ, അഡ്വൈസ് ചെയ്യാനേ പറ്റുള്ളൂ. എന്തിനുള്ള കഴിവില്ലടാ? ഇതൊന്നും നടപ്പിലാക്കാനുള്ള ഒരു കഴിവ് ഇവർക്കില്ല. ഇവർക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്യാനേ പറ്റുള്ളൂ അല്ലേ? പാർലമെന്റ് വഴി ഒക്കെയാണ് ഇതൊക്കെ നടപ്പിലാക്കുന്നത്, അല്ലാതെ ഇവർക്കിത് പ്ലാൻ ചെയ്യാനുള്ള ഒരു കഴിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ്, ഇതൊരു അഡ്വൈസറി ബോഡിയാണ്, ഉപദേശകമാണ്, അഡ്വൈസറി ബോഡിയാണ്. അതുപോലെ ചിന്താ ടാങ്ക് ആണ്, ഇതൊരു തിങ്ക് ടാങ്ക് ആണെന്ന് പറയും, തിങ്ക് ടാങ്ക് ആണ്. ഓക്കെ, നീതി ആയോഗ് എന്ന് പറയുന്നത് ഒരു തിങ്ക് ടാങ്ക് ആണ്. ചിന്താ ടാങ്ക് എന്ന് പറയുമ്പോൾ അതൊരു തിങ്ക് ടാങ്ക് ആണ്, ഒരു അഡ്വൈസറി ബോഡിയാണ്. അത് രണ്ടും ഓർത്തിരിക്കണം. നീതി ആയോഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അഡ്വൈസറി ബോഡിയാണ്. നീതി ആയോഗ് എന്ന് പറയുന്നത് ഒരു ചിന്താ ടാങ്ക് അഥവാ തിങ്ക് ടാങ്ക് ആണ്. ഇതൊക്കെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ, തിങ്ക് ടാങ്ക് ആണ്. ഓക്കെ, ഇനി അതും ശരിയാണ്. പിന്നെയോ അടുത്ത സ്റ്റേറ്റ്മെന്റ് വായിക്കാലോ. മന്ത്രിമാർക്കും സംസ്ഥാന സർക്കാരിനും ഫണ്ട് അനുവദിക്കാൻ ഇതിന് അധികാരമുണ്ട്. ഉണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞു ഇതൊരു അഡ്വൈസറി ബോഡി മാത്രമാണ്, ഫണ്ട് അനുവദിക്കാനുള്ള അധികാരമൊന്നും ഇതിനില്ല. അപ്പൊ ഇതാണ് തെറ്റ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നീതി ആയോഗുമായി യോജിക്കാത്ത പ്രസ്താവനയാണ് ചോദിക്കുന്നത്. നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ആണോ? നമ്മളെ കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ. നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണോ? ഇത്രയും നേരം ഞാൻ പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഞാൻ പറഞ്ഞോ ഭരണഘടനയിൽ നീതി ആയോഗിനെ കുറിച്ച് പറയുന്നുണ്ടെന്നോ, നീതി ആയോഗുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾ ഇതാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞോ? ഇല്ല. ഭരണഘടനാ സ്ഥാപനമാണെങ്കിൽ അതിന് എന്തുണ്ടാവൂടാ? അതിന് ആർട്ടിക്കിൾ ഉണ്ടാകും. അപ്പൊ നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. അത് തന്നെയാണ് യോജിക്കാത്ത പ്രസ്താവന. അപ്പൊ ബാക്കി നമുക്കൊന്ന് വായിക്കാം. സഹകരണ ഫെഡറലിസം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? നിങ്ങളൊരു ടേംസ് പഠിച്ചു വെക്കണം, ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടും, ഉറപ്പാണ്. അടുത്തത്, പദ്ധതികളുടെ നിരീക്ഷണവും വിലയിരുത്തലും നടത്തുന്നു. ശരിയാണ്. നീതി ആയോഗ് ഊന്നൽ നൽകുന്നത് സാങ്കേതിക വിദ്യയുടെ നവീകരണത്തിലൂടെയുള്ള പദ്ധതികൾക്കും സംരംഭങ്ങൾക്കും. നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. സാങ്കേതിക വിദ്യയുടെ നവീകരണങ്ങൾക്കും സാങ്കേതിക വിദ്യയുടെ നവീകരണത്തിലൂടെയുള്ള പദ്ധതികൾ, സംരംഭങ്ങൾ, അതായത് പുതിയ പുതിയ രീതിയിലുള്ള പദ്ധതികൾക്കും സംരംഭങ്ങൾക്കും ഒക്കെ നീതി ആയോഗ് ഊന്നൽ നൽകുന്നുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, പുതിയ ആൾക്കാർക്ക് എന്റർപ്രണർഷിപ്സ് കൊടുക്കാനൊക്കെ സഹായിക്കുന്ന രീതിയിലാണ് നീതി ആയോഗിന്റെ പ്ലാനിങ് ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ, ഇനി നീതി ആയോഗിന്റെ ആസ്ഥാനം ഏതാണെന്ന് നമ്മൾ പറഞ്ഞത്? ഡൽഹി ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? നീതി ആയോഗിന്റെ ആസ്ഥാനം ഡൽഹിയാണ്. ഓക്കെ, ഇനി താഴെ പറയുന്നതിൽ നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത്. ഇത് പഴയ SCRT ബേസ് ചെയ്ത് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇപ്പൊ നമ്മൾ പഠിച്ചതാണ്. വ്യവസായ സേവന മേഖലയിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. ശരിയല്ലേ? ശരിയാണ്. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക എന്നുള്ളത് ലക്ഷ്യമാണ്. മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ കാർഷിക മേഖലയെ പുരോഗതിയിലേക്ക് എത്തിക്കുന്നു. അതേ സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തേക്കുന്നത് ശരിയാണ്. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക അല്ലേ? ഓക്കെ, ഇനിയോ ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ഇത് എല്ലാം തന്നെ നമ്മുടെ നീതി ആയോഗിന്റെ ലക്ഷ്യമായിട്ട് നമ്മൾ പഠിച്ചു. അപ്പൊ പിന്നെ ഏതാ ഉത്തരം? ലക്ഷ്യമല്ലാത്തത് ഇവയൊന്നുമല്ല, ഇതെല്ലാം ലക്ഷ്യമാണ് അല്ലേ? അതെ. ഓക്കെ, ഇനി 2015 ജനുവരി 1 ഏത് സംവിധാനത്തിന് പകരമായിട്ടാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? ഏതിന് പകരമായിട്ടാടാ? ആസൂത്രണ കമ്മീഷന് പകരം. ഇതുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ, ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയാണ്. അത് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ആരാണ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി? പറഞ്ഞു നോക്കിയേ. വിശ്വേശ്വരയ്യയാണോ? PC മെഹലനോബിസ് ആണോ? ആരാണ്? PC മെഹലനോബിസ് ആണല്ലേ? PC മെഹലനോബിസ് ആണ്. അത് രണ്ടും എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നീതി ആയോഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ പ്രാവശ്യം ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മളത് SCRT ബേസ് ചെയ്ത് തന്നെ പഠിച്ചു. ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് പോളായിട്ട് ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തേക്കാം. ഈ ക്ലാസ്സുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസും അതിനകത്ത് അപ്ലോഡ് ചെയ്യും. അത് നിങ്ങൾ പോൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലാസ് വൃത്തിക്കൊന്ന് കണ്ട് മനസ്സിലാക്കി പഠിക്കണം, അല്ലെങ്കിൽ PDF എടുത്തൊന്ന് വായിച്ചു നോക്കണം, എന്നിട്ട് ചെയ്യുക. വെറുതെ പഠിക്കാതെ ചെയ്യരുത്, പഠിച്ചിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.